KSRTC ബസ്സുകൾ ഏതാണ്ട് 2000-ലധികം ബസ്സുകളിൽ മുന്നിലും പിന്നിലുമായി ഞങ്ങൾ വേസ്റ്റ് കൂടകൾ പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അതിലിടൂ, വേസ്റ്റ് അതിലിടൂ. അല്ലാതെ വണ്ടിയെ കണ്ണാടി മുമ്പിലല്ലല്ലോ ഒഴിഞ്ഞ കുപ്പി ഗ്ലാസ് പിന്നെ പ്ലാസ്റ്റിക് കുപ്പി ഇടുന്നത്. അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഏത് ബസ്സിൽ കയറി പരിശോധിച്ച് നോക്കൂ. KSRTC വലിയ ശക്തമായ പരിശോധനയാണ്. ഒരു ബസ്സിലും മാലിന്യം ഇടാൻ ഇപ്പോൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഈ ബസ്സിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് വലിച്ചെറിയുക, അത് നിരോധിക്കാൻ പോവുകയാണ്. പ്രൈവറ്റ് ബസ്സുകളടക്കം KSRTC ബസ്സടക്കം എല്ലാ ബസ്സുകളിൽ നിന്നും മാലിന്യം തെരുവിലേക്ക് വലിച്ചെറിയുന്ന സംവിധാനം കർശനമായി നിരോധിക്കാൻ വേണം. അത്തരത്തിൽ ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ ആ ബസ് ഉടമയ്ക്ക് തന്നെയായിരിക്കും അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത്. അല്ലാതെ നാളെ കണ്ടുപിടിച്ച് ഫൈൻ അടിക്കാൻ പറ്റത്തില്ല. പിന്നെ കൊച്ചിയെ സംബന്ധിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇന്നിപ്പോൾ വന്നപ്പോൾ ഈ ബസ്സൊക്കെ ഇപ്പോൾ പതുക്കെ തിരിയുന്നത് നമ്മളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവിടുത്തെ മത്സര ഓട്ടം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പല തവണയുള്ള ഇടപെടലുണ്ടായി. ആ മത്സര ഓട്ടം തടയുന്നതിന് വേണ്ടി നടപടിയെടുത്തു. ആ നടപടി കർശനമായിട്ട് എടുക്കാൻ തീരുമാനിച്ചതാണ്. കാരണം മത്സര ഓട്ടവും ഹോണടിയും സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരളത്തിലെ ട്രാൻസ്പോർട്ടിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തു. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. 2 തവണ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം, സിറ്റി പോലീസ് കമ്മീഷൻ അടക്കം, റോഡ് സേഫ്റ്റി കമ്മീഷൻ അടക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓൺലൈനിൽ അവരെ വിളിച്ചു. അവരുടെ മന്ത്രി എന്ന നിലയിൽ അവർ എന്നോടാണ് ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ എന്ന് ചോദിച്ചാൽ കൈയും കെട്ടി നോക്കിയിരുന്നാൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർശനമായ നടപടി സ്വീകരിച്ചു. ഇന്നലെ അതിൻ്റെ പേരിൽ കൊച്ചിയിൽ പ്രൈവറ്റ് ബസ്സുകാർ മിന്നൽ പണിമുടക്ക് നടത്തി. മിന്നൽ പണിമുടക്ക് നടത്തിയ എല്ലാ വണ്ടികളുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ വണ്ടികളുടെ റൂട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ ആ റൂട്ടുകളിൽ KSRTC ബസ്സുകൾ ഓടും. ബസ് എത്തിയിട്ടുണ്ട്. KSRTC ബസ് ഓടിക്കും. ആർക്ക് വേണമെങ്കിലും സമരം ചെയ്യാം. 600ഓളം KSRTC ബസ്സുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുള്ള ഡ്രൈവറെയും കണ്ടക്ടറെയും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വണ്ടികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സമരം വേണമെങ്കിൽ ഇന്നും തുടരാം. നിങ്ങൾ സമരം ചെയ്തോളൂ. എത്ര ബസ് സമരം ചെയ്യുന്നോ അത്രയും KSRTC ബസ്സുകൾ കൊച്ചി നഗരത്തിലേക്ക് ഇന്നും നാളെ എത്തും. നിങ്ങൾക്ക് ഒരു ആശങ്കയില്ല. വണ്ടി വന്നു തുടങ്ങി. എത്ര വണ്ടി വന്നു എന്ന ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടാണ് അവർ ഏറ്റെടുത്തതെന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സമരം ചെയ്തവരെ മുമ്പിൽ KSRTC ബസ് ഉണ്ടാകും. പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഞാൻ ഇവിടത്തെ വെച്ച് പറയാം. സമരം ചെയ്തു. ഇതൊരു എസെൻഷ്യൽ സർവീസാണ്. സാധാരണക്കാരായ ആളുകൾ ഈ കടകളിലുമൊക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാരും സുഹൃത്തുക്കളുമൊക്കെ ഒരു പണി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ വണ്ടിയില്ല. എല്ലാവരും മിന്നൽ പണിമുടക്കാണ്. ഇനി മിന്നൽ പണിമുടക്ക് കൊച്ചി നഗരത്തിൽ വേണ്ട. മിന്നൽ പണിമുടക്ക് ഇന്നലെ നടത്തിയ എല്ലാ വണ്ടിയുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. RTO ഇന്നലെ തന്നെ അവരുടെ റൂട്ട് KSRTC കൈമാറി. KSRTC ഇന്നലെ തന്നെ റൂട്ട് തയ്യാറാക്കി. വണ്ടി രാത്രിക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ ആ വണ്ടിയാണ് ഓടുന്നത്. ആ വണ്ടി തൽക്കാലം ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. എത്ര ദിവസം സമരം ചെയ്യുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ആ സമരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം. ഇനി സമരം ചെയ്താലോ പെട്ടെന്ന് കയറിയിട്ട് എന്താണ് 24 ചാനലിൽ ഒരു വാർത്ത വന്നു. രാത്രിയിൽ ശ്രീകണ്ഠൻ നായർ എന്നെ വിളിച്ചു. ഞാൻ ദുബായിൽ നിൽക്കുകയാണ്. അദ്ദേഹം എൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ചോദിച്ചു. പറഞ്ഞു, കഞ്ചാവ് ലഹരി മരുന്നുകൾ അടിച്ചുകൊണ്ടാണ് ആലുവയിലെ വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർമാരെന്ന്. ഞാൻ പറഞ്ഞു ഉടനെ നടപടിയെടുക്കാൻ. രാത്രിയായിട്ട് പോലും ഞാൻ റൂറൽ SP വിളിച്ചു. ട്രാൻസ്പോർട്ട് RTOമാരെ 2 വിളിച്ചു. എല്ലാ RTOമാരെയും വിളിച്ചു. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിളിച്ചു. രാവിലെ മുതൽ നിങ്ങൾ ഡ്രൈവ് ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞു. 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആലുവയിലെ ഡ്രൈവറുടെ പോക്കറ്റിൽ നിന്നും കഞ്ചാവോടുകൂടി ഡ്രൈവറെ പിടിച്ചു. ഇതൊക്കെ എല്ലാ ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തനം അറിയണം. 24 ഒരു വാർത്ത വന്നു, നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ ആ രാത്രി നടപടി എടുത്തു. ആ രാത്രി പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്ക് മുമ്പേ ആ ഡ്രൈവറെ പോക്കറ്റിൽ നിന്നും കഞ്ചാവോടുകൂടി പിടിച്ചു. എക്സൈസും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ. എക്സൈസിനെയും പോലീസിനെയും എല്ലാം രംഗത്തിറക്കി. ഇത് റോഡിൽ നടന്നു പോകുന്നതും ബസ്സിൽ യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. പ്രൈവറ്റ് ബസ്സുകാരന് കാശുണ്ടാക്കി കൊടുക്കലല്ല മന്ത്രിയുടെ പണി. സർക്കാരിന്റെ പണി അതല്ല. നമ്മൾ പൊതുപ്രവർത്തകരുടെയും MLAമാരുടെയും കൗൺസിലർമാരുടെയും പണി അതല്ല. ജനങ്ങളുടെ ജീവന് സുരക്ഷിതം കൊടുക്കുക എന്നുള്ളതാണ്. ഹൈബി ഇവിടെ നിന്ന് പറയുന്നത് എൻ്റെ ജീവൻ തന്നെ എത്ര തവണ കൊണ്ടുപോകേണ്ടതാണ്. ബൈക്ക് ഓടിച്ച് ഈ നഗരത്തിൽ നടന്ന കാലം മുതൽ ഹൈബി ഇടനുണ്ട് പറയാൻ. ഇവിടെ മത്സരം, ഇന്നൊരു മത്സരമില്ല. അങ്ങോട്ട് പോയി നോക്കി ഒരു മത്സരമില്ല. പിടിക്കാൻ തീരുമാനിച്ചിട്ട് മത്സരം കണ്ടാൽ ചാനലുകാർ ഷൂട്ട് ചെയ്യുക, ജനങ്ങൾ ഷൂട്ട് ചെയ്യുക. നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. കർശനമായ നടപടി ഉണ്ടാവും. കഞ്ചാവ് പോക്കറ്റ് ഇട്ട ആളിൻ്റെ ലൈസൻസ് റദ്ദാക്കും. ഈ അടുത്ത കാലത്ത് കാലടിയിൽ എന്നും ട്രാഫിക് കുരുക്കാണ്. കാലടിയിൽ നമ്മൾ ഇത്രയും പണിപ്പെട്ടിട്ടും കാലടിയിലായിട്ട് അപ്പോൾ ഏതോ ഒരു 2 ചെറുപ്പക്കാർ കാറിൽ പോകുമ്പോൾ അവർ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ബസ് വരുന്നു, ഓവർടേക്ക് ചെയ്യുന്നു, കാലടി പാലത്തിലേക്ക് കൊണ്ട് കുത്തി അങ്ങ് കയറ്റും. അവിടെ കിടക്കുകയാണ്. അവിടെ ഇങ്ങോട്ട് ഒറ്റ വരികയാണ്. അവിടെ ഇങ്ങോട്ട് അവർക്ക് ഇറങ്ങാനും വയ്യ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും. പിന്നെ എയർപോർട്ടിലേക്ക് വരുന്നവർ അടുത്ത 1.5 മണിക്കൂറത്തേക്ക് കിടക്കുന്നതാണ്. ഇത് കണ്ടിട്ട് ആ വണ്ടി പിടിച്ചിട്ടു. ആരെന്ത് പറഞ്ഞാലും ആ വണ്ടിയുടെ പെർമിറ്റ് റദ്ദാക്കും, ആ ഡ്രൈവറെ ലൈസൻസ് റദ്ദാക്കും. അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ വണ്ടി ഓടിക്കണ്ട എന്നുള്ളതാണ്
ചില കാര്യങ്ങൾ നമ്മൾ ഒരു ബ്ലോഗർ ഉണ്ടായിരുന്നു, ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറയാം. അയാൾ പിന്നെ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. ഇത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശാസിച്ചു, നടപടിയെടുക്കാൻ പറഞ്ഞു. ആ ബ്ലോഗറുടെ ലൈസൻസ് റദ്ദാക്കുന്നു. ലൈസൻസ് റദ്ദാക്കി കൊടുത്തു. ഇന്ത്യയിൽ അയാൾക്ക് ലൈസൻസ് എവിടെ നിന്നും കിട്ടില്ല, പോയി. അതിനുശേഷം അയാളെ കൊണ്ട് വല്ല ശല്യമുണ്ടോ? പിന്നെ കാറിനകത്ത് സ്വിമ്മിംഗ് പൂളും വേണ്ട, ഫുട്ബോൾ ഗ്രൗണ്ടും വേണ്ട, ഒരു സാധനവും വേണ്ട. നിയമലംഘനങ്ങളെ നിയമലംഘനമായി കാണണം. അത് വളരെ കർശനമാണ്. ബസ്സിൽ ക്യാമറ വെക്കാൻ പറഞ്ഞത് ഞാനല്ല. യാത്രക്കാരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ക്യാമറ വെക്കണം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അത് നടപ്പിലാക്കേണ്ട ജോലി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് കൃത്യമായി നടപ്പിലാക്കും.